വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പം അതാണ് സംഭവം. അതായത് പാസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടില് ടെസ്റ്റിന് കൊണ്ടുപോകത്തില്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബഹ്റൈനിൽ നിന്നൊക്കെ ഈ വീഡിയോ കാണുന്നവർ നാട്ടിലോട്ടുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തുതരാം. അവരൊക്കെ കാണട്ടെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ. ഇവിടുത്തെ ഒരു കൊട്ടാരമാണ് പാലാസ്. നമ്മൾ ഈ വണ്ടി കൂടെ ഇട്ടിട്ട് വേറെ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടി നമ്മളെ കൈ കിട്ടിയിരിക്കുകയാണ്. ഇത് ഫോർഡിൻ്റെ എസ്കേപ്പ് എന്നുള്ള മോഡലാണ്. റിഫ ആലി മദീനത്ത് അഹമ്മദ് പറപ്പിച്ചു വിടുവാണ്. ഫോർഡിൻ്റെ എസ്കേപ്പ് മോഡൽ. ഇവിടെയാണോ? ഇവിടെ കാര്യമില്ല, അകത്തോട്ട് കയറണം. വാഷിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി പാസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ആയിട്ടാണ് വരുന്നത്. നമ്മളെ വാഹനം പാസിങ്ങിന് പോവാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. എവിടെ പാസിങ്ങിന് വന്നത്? ഹംലയിലാണ് പാസിങ്ങിന് പോകുന്നത്. അത് പ്രൈവറ്റ് ആയിട്ട് പോവാണ് നമ്മൾ. പാസിങ് എന്ന് പറയുമ്പോൾ അപ്പൊ അതാണ് സംഭവം. അതായത് പാസിങ് എന്ന് പറയുമ്പോൾ നമ്മള് നാട്ടില് ടെസ്റ്റിന് കൊണ്ടുപോകത്തില്ലേ വാഹനങ്ങൾ, അതല്ലേ സംഭവം. അതാണ് സംഭവം. അപ്പൊ നമ്മളെ നാട്ടില് ടെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ പ്രൈവറ്റ് വണ്ടികൾ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാ വർഷം പുതിയ വണ്ടികൾ എത്ര 5 വർഷമോ 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷത്തെ വാലെടുക്കുകയാണ് ഉള്ളത്. നമ്മളെ ടാക്സി വണ്ടികൾ ഓരോ വർഷം നമ്മളെ പാസിങ്ങിന് ഇതിനെ കൊണ്ടുപോകുന്നത് ടെസ്റ്റിന് കൊണ്ടുപോകും. ഇവിടെ എല്ലാ വാഹനവും ബഹ്റൈനിലെ എല്ലാ വാഹനവും ഓരോ വർഷം കൂടുമ്പോഴാണ് ടെസ്റ്റിന് കൊണ്ടുപോകുന്നത്. അപ്പം അതിന് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം വീഡിയോ തുടങ്ങുന്നത് ബഹ്റൈനിലെ ഗുദൈബി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പം ഈ വണ്ടിയല്ല കൊണ്ടുപോകുന്നത്, നമ്മൾ വേറൊരു വാഹനമാണ് കൊണ്ടുപോകുന്നത്. ചായ കുടിച്ചിട്ട് പോയാൽ അപ്പൊ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. ഞങ്ങൾ 2 പേരാണ് പോകുന്നത്. ആദ്യമേ വണ്ടി വേറൊരു സ്ഥലത്ത് പോയി എടുക്കണം. അതിനുശേഷം അതിനെ കുളിപ്പിച്ച് ശുദ്ധം വരുത്തണം. അതിനുശേഷമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നല്ല വെയിൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ഇവിടുത്തെ ഒരു കൊട്ടാരമാണ് പലാസേഷ്. ഇതിൻ്റെ ആരുടെ കൊട്ടാരം ആർക്കും കൊട്ടാരം അതൊന്നും അറിയത്തില്ല. ഏതോ ഒരു രാജാവിൻ്റെ കൊട്ടാരം. ചെറിയൊരു പാലസാ ഇത്. ഈ സ്ഥലത്തിന്റെ പേര് ഗുദൈബിയ അവന്യൂ, ഗുദൈബിയ പാലസ്. വൈകുന്നേര സമയത്താണ് പോകുന്നത്. ഇവിടെ സമയം 4:20. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എന്തൊരു ഗാർഡനാ? ആൻഡലോസ് ഗാർഡനാണ്. ഒരു പാർക്കാണത്. ഈവനിങ് നേരം ആനന്ദകരമാക്കാനുള്ള ഒരു പാർക്കാണത്. നല്ല വെയിലടിക്കുന്നുണ്ട്.
ബഹ്റൈനിൽ നിന്നൊക്കെ ഈ വീഡിയോ കാണുന്നവർ നാട്ടിലോട്ടുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരാ. അവരൊക്കെ കാണട്ടെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ. ഞങ്ങളങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്, അടിപൊളി റോഡാണ്. നമ്മളെ നാട്ടിലെ കണക്ക് വാലോ കോലോ ഒന്നും വണ്ടി ഓടിക്കുന്നതല്ല. ലൈനൊക്കെ കറക്റ്റ് നോക്കി സിഗ്നലിട്ട് ലൈൻ ചേഞ്ച് ചെയ്ത് വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് ഇവിടെ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ രാജവീതിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇതേതാ സ്ഥലം അറിയാമോ? പേരറിയാത്തൊരു സ്ഥലമാണ്. ഉദയമിന്ന് കുറച്ച് മുന്നോട്ടാണ്. ഏത് സ്ഥലത്തോടെ പോകുന്നത് വണ്ടിയുടെ കൈ? ഉമ്മിഷും അവന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോറി ഗൈസ്, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് കുവൈറ്റ് അവന്യൂ ആണ്. പെട്ടെന്ന് പോയത്. ഹോട്ടൽ ട്രോപ്പിക്കാന. പക്ഷെ എന്തൊക്കെ പേരുകളാണ്. ഇതാണ് ഹോട്ടൽ ട്രോപ്പിക്കാന. കാനയാണ്, മറ്റേ കഴിവുന്ന കാനയാണ്. നമ്മളിവിടുന്ന് വാഹനം എടുത്തുകൊണ്ടാണ് പോകുന്നത്. വേറൊരു വാഹനത്തിലാണ് പോകുന്നത്. ഈ പോസ്റ്റല്ലേ, ഈ വാഹനമല്ല. നമ്മൾ ഈ വണ്ടി കൂടെ ഇട്ടിട്ട് വേറെ വണ്ടിയിലാണ് പോകുന്നത്. അടിപൊളി സ്ഥലമാണ്. നമ്മൾ വലിയ വാഹനത്തിലാണ് നമ്മൾ പാസിങ്ങിന് പോകുന്നത്. നമ്മൾ വണ്ടി നമ്മളെ കൈ കിട്ടിയിരിക്കുകയാണ്. ഇത് ഫോർഡിൻ്റെ എസ്കേപ്പ് എന്നുള്ള മോഡലാണ്. എത്ര വർഷം പഴക്കമുണ്ടോ? 2016. അടിപൊളിയല്ലേ? നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 17 കിലോമീറ്റർ. Head south on road number 3321 toward road number 3329. അതിലേക്കൂടെ പോകണം. 17 കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ള ദൂരം. In 300 meters, merge onto Sheikh Issa bin Salman Highway, Route 34M. അത് തന്നെ ഞെക്കിയാൽ മതി. സൗണ്ട് അങ്ങനെ ബഹ്റൈൻ്റെ വീതികളിലൂടെ 60-70 എന്നുള്ള രീതിയിൽ പറപ്പിച്ചു വിടുവാണ് ഫോർഡിൻ്റെ എസ്കേപ്പ് മോഡൽ. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേ, അതിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇനി നമുക്ക് ഏകദേശം ഒരു 11 കിലോമീറ്റർ കൂടെയാണ് എത്താനുള്ള സ്ഥലം.
11 കിലോമീറ്റർ 12 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് ഗൂഗിൾ വഴികാട്ടി കാണിക്കുന്നത്. GMC ഒക്കെ ചീറിപ്പാഞ്ഞ് പോവുകയാണ്. കണ്ട, ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് സിഗ്നൽ ഇട്ടിട്ടാണ് ലൈൻ ചേഞ്ച് ചെയ്യുന്നത്. വൈകുന്നേരമായതുകൊണ്ട് നല്ല വെയിലാണ് ഓപ്പോസിറ്റ് അടിക്കുന്നത്. ആലി മദീനത്ത് ഹമദ്. നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ടൗണിലേക്കാണ് പോകുന്നത്. കീപ് റൈറ്റ് നല്ല വ്യക്തമായ രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത് വലിയൊരു റൗണ്ട് ഔട്ടാണ്. നമ്മളത് റൈറ്റ് പോകുന്നു. ഇപ്പം നമ്മളൊരു റൗണ്ട് ഔട്ട് ലെഫ്റ്റ് എടുത്തിരിക്കുകയാണ്. ഷേഖ് ഹമദ് അവന്യൂ. ഇത് ഹമദ് ടൗൺ എന്ന് പറയുന്ന ഏരിയയാണ്. ഇത് നമുക്ക് ഏകദേശം 1.2 കിലോമീറ്ററാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് കയറുക. ഗൂഗിൾ കാണിക്കുന്ന വഴി കൂടെ മാത്രം തിരുവിലായിട്ട്. ഇപ്പോൾ നമ്മൾ ഹമദ് ടൗണിലാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ സ്ഥലത്തിന് വ്യത്യാസമുണ്ട്, ക്ഷമിക്കണേ. അപ്പോൾ ഏകദേശം നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പം ഗൂഗിൾ TV കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 മീറ്ററാണ്. നേരെ പോയിട്ട് റൈറ്റ് പോവുക. പുഷ്പക്കടകളെ. ഇത് ഹമദ് ടൗണിലെ ചെടികളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ. ഇവിടെ ഡെസ്റ്റിനേഷൻ ലെഫ്റ്റില്. ഇവിടെയാണോ? ഇവിടെ കാര്യമില്ല, അകത്തോട്ട് കയറണം. തന്നെ നമ്മളെ സ്ഥലം എത്തിയിരിക്കുകയാണ്. പോളിഷിംഗ്, ഓട്ടോ സർവീസ്, യൂസ്, കാർ വാഷ്, എൻട്രി. നമ്മൾ കാർ വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വാഷ് ചെയ്യാൻ വേണ്ടി വന്നേ. സർവീസാണോ? ഏതാണ് സർവീസ്? അടിയും ബോഡി മൊത്തം? അടിയും ബോഡി. കുറഞ്ഞത് പിന്നെ 7,700. അതിലും കുറഞ്ഞത്? അതിലും കുറഞ്ഞ കെമിക്കൽ ഉണ്ടാകും. കെമിക്കലാണ് അതൊന്നും വേണം. കെമിക്കൽ ഏതാ? മറ്റേ അറിയാറുണ്ടോ? ഇവിടെ തന്നെയാണോ പാസ് ചെയ്യുന്നത്? പാസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പാസ് ചെയ്യാം. വാഷിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി പാസ് ചെയ്യാൻ പോകുന്നത്.
അപ്പം നമ്മൾ വണ്ടി വാഷ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളങ്ങനെ പുറത്തിറങ്ങുകയാണ്. നമുക്ക് ഇവിടെ തന്നെയാണ് വണ്ടി വാഷ് ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ പ്രൈവറ്റായിട്ടാണ് പാസിങ്ങിന് വന്നേക്കുന്നത്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പാസ് ചെയ്തെടുത്തു. റെസ്റ്റ് ഏരിയ ഉണ്ട്. റെസ്റ്റ് ഏരിയയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കോയിനിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്നാക്സൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഒരു സിലൈമാനിയുണ്ട്. പിന്നെ ആക്സസറീസ്, വണ്ടി വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ജാക്കിയൊക്കെ ഉണ്ട്. ഏതാ അതത് ഇല്ലത് ആണോ? സുലൈമാനാണോ? ചൂടുണ്ടോന്ന് അറിയത്തില്ലേ. കറയാ. മധുരമുണ്ട്. തീർന്നോ? അങ്ങനെ ഇവിടെ നിന്ന് ചെറിയൊരു സുലൈമാനിയൊക്കെ കിട്ടിയിട്ടുണ്ട്. സുലൈമാനി എടുത്തുകൊണ്ട് ഇവിടെ നിന്നിരുന്ന് കുടിക്കാം. രണ്ട് സുലൈമാനി. ഇത് പറഞ്ഞു വേണോ? ലൈസ് എടുക്കണോ? ഇതിൽ കോയിൻ ഇട്ടിട്ട് നമ്പർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന്, അതിനുള്ളൊരു മെഷീനാണ്. അങ്ങനെ സുലൈമാനിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് വണ്ടി ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി പാസ് ചെയ്യണം. പാസ് ചെയ്താണ് പോകുന്നത്. ഏകദേശം വാഷിങ് കഴിയാറായിട്ടുണ്ട്. ഇവിടെ വേറെ വണ്ടികളൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വാഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറക്കിയേക്കാം. വെള്ളമൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി
എയറടിച്ച് കളയാൻ വേണ്ടി. വണ്ടി വാഷ് ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് വണ്ടി കയറ്റിയിട്ട് ഒരടിയിൽ ഇറങ്ങിയിട്ടെല്ലാം ചെക്ക് ചെയ്ത് പാസ് ചെയ്ത് തരുന്നത്. നമ്മളെ വണ്ടി കഴുകി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിന് തൊട്ട് അപ്പുറത്തൂടെ കറങ്ങി ഇതാ ഇവിടെ വരണം. അങ്ങനെ പേയ്മെൻറ്റ് കഴിഞ്ഞ് വണ്ടി അടിപൊളി കുട്ടപ്പനാക്കി. 2 ഗ്ലാസ് കാത്തപ്പുറം മെഷീനും ഉണ്ടല്ലേ വന്നതാ കാർഡിന് ഷീറ്റ് പറ്റിട്ടില്ലേ? ഷീറ്റ് പറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് ഒന്നുകൂടെ കറങ്ങി ഇതിനകത്തോട്ട് കയറി വരികയാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ. സിൻസ് 1995 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഷീറ്റ് ബെൽറ്റ് ഇടാത്തതിനാണ് ഈ കിടന്ന് സൗണ്ട് ഉണ്ടാകുന്നത്. നമ്മളും ആ ഒരു സ്ഥലത്താണ് വണ്ടി കൊണ്ട് നിർത്തേണ്ടത്. നമ്മളെ വണ്ടിയുടെ പാസിംഗ് ആണ് നടക്കുന്നത്. ആര് ചേസ് നമ്പർ, എഞ്ചിൻ നമ്പരൊക്കെ നോക്കുവാണ്. എന്താണ് കാർഡാ? നമുക്ക് ഓണർഷിപ്പ് കാർഡ് കാണിച്ചു കൊടുക്കണം. ഞാൻ നമ്മളെ വണ്ടിയുടെ ബുക്കും പേപ്പറും അല്ലേ? മൊബൈൽ നമ്പറാ 3235 നമുക്ക് 11 ദിനാറാണ് ചാർജ് വന്നിരിക്കുന്നത്. വണ്ടി പാസിങ് വാഷിങ്ങിന് ഒരു ഏകദേശം ഒരു 6 ദിനാറ്. 11 ദിനാറും 6 ദിനാറ്. 11 ദിനാറും 6 ദിനാറ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം. ഇത് അവിടെ ഉണ്ട് വണ്ടി. ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയുടെ ഫോട്ടോ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ലൈറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി മുമ്പോട്ട് കൊണ്ടുപോവാണ്. അവിടെ ഇനി എന്തൊക്കെ കണ്ട ഈ ഇതിനകത്ത് വീടല്ലേ. നമ്മളങ്ങനെ വണ്ടിയുടെ പാസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. നേരത്തെ പറഞ്ഞതിൽ ചെറിയ തെറ്റുണ്ട്. നമ്മൾ വണ്ടി പാസിങ്ങിന് കൊണ്ടുവന്നത് മുന്നേ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വണ്ടി കൊണ്ടുവന്നേക്കുന്നത് പിന്നെ ഹാമർ ടൗണിലാണ്. ഹാമർ ടൗൺ എന്ന സ്ഥലത്താണ് വണ്ടി പാസിങ്ങിന് കൊണ്ടുവന്നത്. പാസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. വൈകുന്നേരം സമയം എത്ര മണിയായി? 5:20. 5:40 ആയിട്ടുണ്ട്. റൗണ്ട് ബോട്ടിൽ വണ്ടി ഓട്ടിക്കുന്നത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും.
അടുത്ത റൗണ്ട് ഔട്ട്. ഈ റൗണ്ട് ഔട്ട് ലെഫ്റ്റ് പോയിട്ട് നമ്മൾ ഹൈവേയിലേക്ക് കയറുകയാണ്. മനാമയിലേക്കുള്ള റോഡാണിത്. നേരെ മിരട്ടി തുടങ്ങിയിരിക്കുകയാണ്. രാത്രി നല്ല അപ്പവും നല്ല പൊറോട്ടയും. എന്താ പറയുന്നത്? നല്ല അപ്പവും പൊറോട്ടയും. നല്ല ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, അപ്പവും പൊറോട്ടയും. പൊറോട്ട. കാലിക്കട്ടേന്ന് കഴിക്കാം. അവിടെ ഒത്തിരി അവിടെ ഞാൻ ഇതുവരെ അവിടെ നിന്ന് കഴിച്ചില്ല. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നല്ല ഇപ്പൊ ഒരുപാട് ഇവര് വന്നടാ ആരാ? ഗസ്റ്റുകളൊക്കെ. ആ ഹാ ഹാ. ഈ പുറത്തുനിന്ന് സിനിമ നടികളൊക്കെ അവരൊക്കെ വന്നിട്ട് ഒരുപാട് പേര് അവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ടുണ്ട്. ചായ നല്ല സ്നാക്സ് ഒക്കെ അടിപൊളിയാ. ലൈറ്റ് ഒക്കെ ഇപ്പോഴും തെളിഞ്ഞില്ല. ആ മനാമേന്ന്. മനാമി ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് പിന്നെ എവിടെയാ? ഇത് നമ്മളെ ഉദയവിയിൽ നമ്മളെ ആ സ്പൈസി കഫേ തൊട്ടപ്പുറത്ത് നമ്മളെ സിഗ്നലില്ലേ? ആ അവര് മറ്റേ പുതുതായിട്ട് തുടങ്ങിയത്. അവിടെ ഇപ്പൊ ടൗന് വന്ന് ടൗണിലേക്ക് ഇന്നങ്ങോട്ട് ഫുഡ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ അപ്പൊ ടോയിനെ പോയില്ലേ ഇന്നലെ വന്നിട്ട്? അവരോട് ഏതോ പപ്പ പറഞ്ഞിട്ട് ഏതോ ഹോട്ടലിലാന്ന് പറഞ്ഞു. പിന്നെ എന്നാ അവിടെ നിന്ന് കഴിക്കാം. ഈ റോഡ് നേരെ മനാമയാണ്. അത്ര പെർഫെക്റ്റ് അല്ല. ഏതാ? ഗ്ലാസ് ക്ലീൻ ചെയ്തു. വലിയ ഗുണമൊന്നുമില്ലല്ലേ? തേപ്പേശാന്നോ അവന്മാര്? ലുലു സൽമാബാദ്. സൽമാബാദാണോ? അതിലല്ലേ? ആലിയല്ലേ? ആ ഇത് ഇന്നലെ ഞങ്ങളിവിടെ സാധനം കൊടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അവിടെ അപ്പുറത്ത് നീ ഷൂ നോക്കി റമലി മാളില്. റമലി മാളല്ലല്ലേ? അപ്പുറത്ത് വേറെ മാളുണ്ടല്ലേ? മറ്റേ അതേത് ഷോപ്പാ? അതേത് മാളാ? ഏതാ? മോഡ മാള അല്ലല്ലേ? മോഡ മാളല്ലല്ലേ? ആ ഇതിനപ്പുറത്ത് മറ്റേ എൻമാ മാളിലാണ് ഇന്നലെ വന്നത് സാധനം കൊടുക്കാൻ വേണ്ടി. നമ്മളങ്ങനെ പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. നേരെ മനാമ എക്സിറ്റ് നോക്കിയാണ് പോകുന്നത്. മണാമ റോഡിന്റെ ഒക്കെ ഒരു ഭംഗി നോക്കി. ഇപ്പോഴേ ലൈറ്റ് എല്ലാം സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം തെളിഞ്ഞു റോഡിലെ. ടണൽ ഇത് ടണലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒറ്റ റോഡായിരുന്നു. മുകളിൽ കൂടെ ഒന്നും ഇല്ലായിരുന്നല്ലേ? ഒറ്റ റോഡ് ഭയങ്കര ബ്ലോക്കായിരുന്നു. എത്ര വർഷം മുമ്പ്? ഞാനൊക്കെ ഒരു 14 വർഷമായില്ലേ? 12 വർഷമായില്ലേ? 16 വർഷം. ഓഹോ. നാട്ടിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ കാണട്ടെ ഇവിടത്തേക്ക് റോഡിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നവർ. കാണുന്നുണ്ടോടെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉള്ളത്? ആർക്ക് വേണ്ടി ഇതൊക്കെ ഇടുന്നത്? പിന്നെ വീഡിയോ മെയിനായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പോയി കുറേ നാൾ നിൽക്കാൻ നേരത്ത് ഇതൊക്കെ എടുത്ത് നോക്കാം. യൂട്യൂബിലാകുമ്പോൾ പിന്നെ അവിടെ തന്നെ കിടന്നോളുമല്ലോ. ഡിലീറ്റ് ആയി പോകത്തില്ല. ഫോണിൽ നിന്നല്ലേ ഡിലീറ്റ് ആയി പോകത്തുള്ളൂ. ഈ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ കിടന്നോളും. നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കയറി നോക്കാം. ഇങ്ങനെയൊരു സ്ഥലമുണ്ട്, ഇതിലേക്കൂടെയൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയാം. ബഹ്റൈൻ, അൽ ബഹ്റൈൻ, അതിസുന്ദരമായ നാട്.
പട്ടം മേടിക്കാൻ തീരുമാനിച്ചു. അത് അവനെ കണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്നു. ഇല്ലെങ്കിൽ വെച്ചാൽ മൊത്തം ഇരുന്ന് കഴിക്കും മിക്കവാറും. ഗ്രാൻഡ. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. പാസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തി. വണ്ടി ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ വണ്ടി എടുത്ത സ്ഥലത്ത് തന്നെ വണ്ടി കൊണ്ടുവന്നു. ഈ സ്ഥലത്തിന്റെ പേര് ഉമ്മൽഹസോ. ഈ സ്ഥലത്തിന്റെ പേരെന്തോടെ? ഉമ്മൽഹസോ. ഇവിടെ എടുത്താണ്ട് ഫ്രണ്ടിൽ വെച്ച് ഇല്ല. അവിടെ തുടച്ചോ, ഞാൻ തുടച്ചോളാം. അടിപൊളി ഒരു സ്ഥലമാണിത്. ഞങ്ങൾ വന്ന വണ്ടി ഇതാണ്. ഇപ്പൊ ഈ വണ്ടിയിൽ തന്നെ നമ്മൾ പോവാ. അയ്യോ, ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ സ്ഥലത്തുനിന്ന് വിട പറയുകയാണ്. അങ്ങനെ വണ്ടി പാസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗുദീബിലെത്തിയിരിക്കുകയാണ്. ഗുദീബിലാണ് റൂം. ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഇട്ട് വരാം. ഓക്കെ.